എറണാകുളം കലൂരിൽ രാത്രി നടക്കാനിറങ്ങിയ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഇയാൾ കൊച്ചി കേന്ദ്രീകരിച്ച് വൻതോതിൽ പെൺവാണിഭം നടത്തിയിരുന്നതായിട്ട് പോലീസ്. മുറികൾ വാടകയ്ക്കെടുത്ത് യുവതികളെ പാർപ്പിച്ചായിരുന്നു ഇയാൾ സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചിരുന്നത്. കേസിൽ പിടിയിലായ മറ്റു പ്രതികളും ഇതേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് എന്നും പോലീസ് പറയുന്നു. മലയാളികൾക്ക് പുറമെ തമിഴ്നാട് സ്വദേശിനികളെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളെയും എത്തിച്ചാണ് അക്ബർ പെൺവാണിഭ സംഘം നടത്തിയിരുന്നത്. ഈ കെട്ടിടത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അക്ബറിനായിരുന്നു. പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയതോടെ അക്ബർ കെട്ടിടം പൂട്ടി ഒളിവിൽ പോവുകയായിരുന്നു. പാലക്കാട് സ്വദേശിയായ ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ പാലക്കാടാണ് കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിക്കായിട്ട് പാലക്കാട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. പെൺവാണിഭ സംഘത്തിൽ അകപ്പെട്ട യുവതികളെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കലൂർ ചക്കാലപ്പാടം റോഡിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30ഓടെയാണ് സംഭവം. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 2 പെൺകുട്ടികളെ ഒരു സംഘം യുവാക്കളാണ് ആക്രമിച്ചത്. പെൺകുട്ടികളിൽ ഒരാളെ ക്രൂരമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടിയും കൈകൾ പിടിച്ച് തിരിക്കുകയും ചെയ്തു. നെഞ്ചിലും കഴുത്തിലും പെൺകുട്ടിക്ക് പരിക്കേറ്റു. 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 8 പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. പെൺകുട്ടികളെ മർദ്ദിച്ച ശേഷം യുവാക്കൾ ഓടിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളുടെ സഹായത്തിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.